സ്നേഹമോൾ ഡൈനാൻ കൂടി ചേരുന്നുണ്ട്. സ്നേഹ, ഇപ്പോൾ ഏത് പോയിന്റിലാണുള്ളത്? അവിടെയുള്ള ആവേശം ഇരു കരകളിലെയും ഗ്യാലറികളിലേക്ക് എത്തുന്ന ആവേശം എങ്ങനെ? നമ്മുടെ ഇതിന്റെ ഫലം നിർണയിക്കുവാൻ ഇതിന്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ മന്ത്രി പി മുഹമ്മദ് റിയാസ് എത്താൻ വേണ്ടി വൈകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉദ്ഘാടന സമ്മേളനം വീണ്ടും പോകുന്നത്. 2 മണി വാശികേറിയ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം നിശ്ചയിച്ചിരുന്നത്. ഉദ്ഘാടന സമ്മേളനം അവസാനിക്കുന്നതോടുകൂടി തന്നെ ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, അതായത് ലോകമെമ്പാടും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ ചുണ്ടൻ വള്ളങ്ങളുടെ വാശിയേറിയ മത്സരം ഇവിടെ നടക്കും. ഒരു നാട് മുഴുവൻ കാഴ്ചക്കാരാകുന്ന അങ്കത്തട്ടിൽ യുദ്ധത്തിനിറങ്ങുന്ന യോദ്ധാക്കന്മാരെ പോലെ ചുണ്ടൻ വള്ളങ്ങൾ ആ മത്സരത്തിനായി അണിനിരക്കും. ഇത്തവണ PBC ഡബിൾ ഹാട്രിക് അടിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തവണ VBC കൈനകരിക്ക് മൈക്രോ സെക്കൻഡിലായിരുന്നു കപ്പ് നഷ്ടമായത്. ഇത്തവണ അത് തിരിച്ചു പിടിക്കുമെന്ന വാശിയിലാണ് VBC കൈനകരിയും. ഏതായാലും വാശിയേറെ പോരാട്ടമായിരിക്കും ഇവിടെ നടക്കാൻ പോവുക. നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിപ്പിച്ച വെള്ളിക്കപ്പിൽ ആര് മുത്തമിടും എന്നതാണ് ഈ നാട്, ഈ ലോകമെമ്പാടും തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനം അത് കഴിയാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം ഈ ജലരാജാക്കന്മാരുടെ മത്സരം ആണ് ഇനി ഇവിടെ നടക്കാൻ പോകുക. അതായത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് ഇനി നടക്കാൻ പോകുക. ആ രാജാക്കന്മാരിലെ രാജാവ് ആര് എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മാസങ്ങൾ നീണ്ട കഠിനാധ്വാനമാണ്. അതിന് ശേഷം, അതായത് ഒരു സൈന്യത്തിന്റെ ചിട്ടയോടുകൂടി തന്നെയുള്ള പരിശീലനമൊക്കെ നേടിയ ശേഷമാണ് അവർ അങ്കത്തട്ടിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഏതാനും നിമിഷത്തിനകം തന്നെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. ചുണ്ടൻ വള്ളങ്ങളുടെ ട്രയലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ചുണ്ടൻ വള്ളങ്ങളും ഉദ്ഘാടന സമ്മേളനവുമായി ട്രയലാണ് കടന്നു പോകുന്നത്. ഈ ട്രയലിൽ തന്നെ ഒരു ആവേശം നമുക്ക് കാണാൻ സാധിക്കും. നിരവധി ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ അവർക്ക് ആവേശം പകരാൻ വേണ്ടിയിട്ട് ഇരുവശങ്ങളിലുമായി തന്നെ നിൽക്കുന്നത്. സ്വാഭാവികമായും കുറെ നേരം തുഴഞ്ഞു കഴിയുമ്പോൾ, അതായത് 1150 മീറ്ററോളം തുഴഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായും കയ്യും മെയ്യും ഒക്കെ തളരും. അപ്പോഴും ആ തുഴക്കാരുടെ ആവേശം എന്ന് പറയുന്നത് കാണികളാണ്. വഞ്ചിപ്പാട്ടോട് കൂടി തന്നെ അവരുടെ സിരകളിൽ ആവേശം കയറുന്ന ആ ഒരു നിമിഷം, അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഒരേ താളത്തോടെ, ഒരേ മേളത്തോടു കൂടി തന്നെ താളം പിഴയ്ക്കാതെ മുന്നോട്ട് പോകുക എന്നത് ഈ യോദ്ധാക്കന്മാർ, അതായത് ഈ തുഴച്ചിലുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. പക്ഷേ അതൊരു കാണികളെ സംബന്ധിച്ചിടത്തോളം അമ്പരിപ്പിക്കുന്ന കാഴ്ചയാണ്. ആ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും ലോകം മുഴുവനും പുന്നമട കായലിലേക്ക് ഉറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷ.